إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ അതിമഹത്തായ അനുഗ്രഹങ്ങളിലൊന്നാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. ആ അനുഗ്രഹം നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ അവരോടുള്ള ചില ബാധ്യതകളും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹരീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. അല്ലയോ സത്യവിശ്വാസികളായിട്ടുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ അഹ്ലിനെയും കത്തിയാളുന്ന നരകത്തിൽ നിന്നും നിങ്ങൾ രക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുതകുന്നതായ പ്രവർത്തനങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കു തിരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അല്ലിമൂഹും വഅദ്ദിബൂഹും. അല്ലാഹു അവിടെ പറഞ്ഞിട്ടുള്ളത് അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം, എവിടെ എങ്ങനെ ഏത് രൂപത്തിൽ പെരുമാറണം എന്നുള്ള മര്യാദകൾ നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വഅല്ലിമൂഹും, അതുപോലെ തന്നെ ശരീഅത്തിന്റെ ഇൽമ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഈ ആയത്തിന്റെ വിവക്ഷ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏറ്റവും അടുത്ത ബന്ധം സ്വാഭാവികമായും ഉണ്ടാവുക നമ്മുടെ മക്കളോടായി. ആ മക്കളുടെ വിഷയത്തിലും ചില ബാധ്യതകൾ നിറവേറ്റുവാൻ വേണ്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൃത്യമായ നിർദ്ദേശം നമുക്ക് നൽകുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ മക്കളുടെയൊക്കെ ഒരു അവധിക്കാലത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കൾ ഇനി സ്കൂളുകളിലും മറ്റുമൊക്കെ സമയം ചെലവഴിക്കുന്നതിന് പകരം അവരുടെ മുഅ്ളമായ അവരുടെ ബഹുഭൂരിപക്ഷം സമയവും അവർ കഴിച്ചു കൂട്ടാനുള്ളത് ഇനി നമ്മുടെ വീടുകളിലാണ്. ആ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മുടെ മക്കളുടെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ സ്വഭാവ സംസ്കരണത്തിൽ വലിയ ദോഷം സൃഷ്ടിക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ ഒരു 2 മാസക്കാലത്തിനിടക്ക് നമ്മുടെ മക്കളുടെ തർബിയത്തിൽ, നമ്മുടെ മക്കളുടെ വളർച്ചയിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം മാതൃകകളാകണം നമ്മുടെ മക്കൾക്ക് എന്നുള്ളതാണ്. നമ്മളായിരിക്കണം ഒന്നാമത്തെ മാതൃക എന്നുള്ളതാണ്. ഉപദേശങ്ങൾ മാത്രമായി ചുരുക്കുന്നതിൽ ഉപദേശങ്ങൾ മാത്രം കൊടുത്ത് നമ്മൾ വളർത്തുന്നതിൽ അർത്ഥമില്ല. മറിച്ച്
നമ്മൾ പറയുന്ന ഏത് കാര്യമാണോ, നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പറയുന്നുണ്ടോ, നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടോ, ഏത് കാര്യമാണെങ്കിലും ആ കുട്ടിക്ക് ആദ്യമായി മാതൃക നമ്മിൽ കാണാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും, അല്ലിമു ഔലാദകുമുസ് സിദ്ഖ ബിൽ ഖൗലി വൽ ഫിഅൽ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ അവരുടെ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ അവരുടെ സംസാരത്തിലും സിദ്ഖ് എന്താണ് എന്ന് നിങ്ങൾ പഠിപ്പിക്കണം. സത്യസന്ധത എന്താണ് എന്ന് നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇദാ ഹദ്ദസ്തുമൂഹും ഫലാ തക്ദിബു അലൈഹിം. നിങ്ങൾ അവരോട് സംസാരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരോട് കളവ് പറയരുത്. കളവ് പറയുക എന്ന ശീലം ഒരിക്കലും നമ്മുടെ മക്കളുടെ മേൽ നിങ്ങൾ എന്ത് ചെയ്യരുത്. വഇദാ വഅദ്തുമൂഹും ഫലാ തുഖ്ലിഫു വഅദകും. നിങ്ങൾ അവരോട് വല്ല വാഗ്ദാനവും നടത്തിയിട്ടുണ്ട് എങ്കിൽ, എത്ര ചെറിയ വാഗ്ദാനങ്ങളായിക്കൊള്ളട്ടെ, അത് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് പാലിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതും നിങ്ങൾ തെറ്റിച്ച് കളയരുത് എന്ന് പലപ്പോഴും നമ്മളുടെ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ്. ചെറിയ കുട്ടികളാണ് എങ്കിൽ, അതല്ലെങ്കിൽ അത്ര പക്വതയില്ലാത്ത കുട്ടികളാണ് എങ്കിൽ അവരോട് നമ്മൾ കളവ് പറയുന്നത് യാതൊരു മടിയും നമ്മൾ കാണിക്കാറില്ല. അവരോട് എന്തെങ്കിലും ഒരു വാഗ്ദാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരത് പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയായിരിക്കും. അതൊരു ചെറിയ മുട്ടായി ആണെങ്കിലും തിരക്കടില്ല. എന്ത് ചെറിയ വാഗ്ദാനങ്ങളായിക്കൊള്ളട്ടെ, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ വാഗ്ദാനം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ലംഘിക്കാൻ പാടില്ല. മഹാനായ ഉത്ബത്ത് ബിൻ അബീ സുഫ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില വാചകങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മക്കളെ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് അദ്ദേഹം പറയാണ്, ലിയകുൻ അവ്വലു ഇസ്ലാഹിക ലിവലദിക ഇസ്ലാഹക ലിനഫ്സിക. ആദ്യം നിന്റെ മകന് വേണ്ടി നീ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നീ നന്നാക്കേണ്ടത് നിന്റെ നഫ്സിനെ തന്നെയാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇന്ന ഉയൂനഹും മഅഖൂദത്തുൻ ബിക. കാരണം അവരുടെ കണ്ണുകൾ നിന്നിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്, നിന്നിലാണ് അവരുടെ കണ്ണുകളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സുന്ദരമായ വാചകമാണ്, നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ടുന്ന വാചകമാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവരുടെ അടുക്കൽ നന്മയായിട്ടുള്ളത്. നിങ്ങൾ എന്താണോ ഒഴിവാക്കിയിട്ടുള്ളത് അതാണ് അവരുടെ അടുക്കൽ മോശമായിട്ടുള്ള കാര്യം. നമ്മളൊരു മ്യൂസിക്കുള്ള വീഡിയോവും അല്ലെങ്കിൽ സിനിമയും അതല്ലെങ്കിൽ വൃത്തികേടുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പരസ്യമായി കാണുന്ന ഒരാളാണ് എങ്കിൽ കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും, അത് നല്ല കാര്യമാണെന്നൊക്കെ അവരൊക്കെ വിചാരിക്കും. അതുപോലെ തന്നെ നമ്മൾ നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രം നമ്മൾ പാലിക്കുന്നില്ല, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഷിയാറുകളായി എന്തെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതൊന്നും നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ, നമ്മളതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അവർ മനസ്സിലാക്കുക അതൊക്കെ ഒരു മോശപ്പെട്ട കാര്യമാണ് എന്നാണ് അവർ മനസ്സിലാക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞത്, വൽ ഹസനു ഇൻദഹും മാ സനഅത. അവരുടെ അടുക്കൽ നന്മ എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നതായിരിക്കും. വൽ ഖബീഹു ഇൻദഹും മാ തറക്ത. എന്താണോ അവരുടെ അടുക്കൽ മോശപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നീ ഒഴിവാക്കുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ അടുക്കൽ മോശപ്പെട്ട കാര്യമെന്ന്. അതുകൊണ്ട് നമ്മൾ സ്വയം മാതൃകകളാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർ നമ്മളെ പിടിച്ചെടുക്കും. നമ്മുടെ വാക്കായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ഏത് രൂപത്തിലായിക്കോട്ടെ, നമ്മുടെ ചലനങ്ങൾ പോലും അവർ പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ ചെറുപ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവർ ഭൂരിഭാഗം സമയവും നമ്മുടെ വീടുകളിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് സ്വയം മാതൃകകളാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, നമ്മളുടെ മക്കളുടെ കൂടെ ഇരിക്കാനും കളിക്കാനും സംസാരിക്കാനും ഒക്കെ കുറഞ്ഞ സമയങ്ങൾ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. എത്ര തിരക്കുള്ളവരാണെങ്കിലും നമ്മുടെ മക്കളുടെ കൂടെ, നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ കുറഞ്ഞ സമയമെങ്കിലും ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളുമായിട്ടൊക്കെ കളിച്ചതായിക്കൊണ്ട് ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വളരെ കണിശമായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖലയാണ്. പലപ്പോഴും പല വൃത്തികേടുകളിലേക്കും ആഭാസത്തരങ്ങളിലേക്കും ഒക്കെ നമ്മുടെ മക്കൾ ചെന്ന് ചാടാനുള്ള ഒരു മേഖല എന്ന് പറയുന്നത് അത് ഇൻ്റർനെറ്റിൻ്റെ മേഖലയാണ്. പരിപൂർണമായും ഒഴിവാക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. മറിച്ച് അതിൻ്റെ ഉപയോഗം കൃത്യമായ ഒരു നിയന്ത്രണത്തിന് അതിന് സമയം നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. പല ആളുകളും ആ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റ്, അതല്ലെങ്കിൽ മൊബൈൽ, അതല്ലെങ്കിൽ ലാപ്ടോപ്പ്, എന്ത് സംവിധാനങ്ങളായിക്കൊള്ളട്ടെ അതൊന്നും തുറന്നിട്ട വാതിലുകളാക്കി മാറ്റരുത്. കാരണം ആ ഇൻ്റർനെറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ ഉപയോഗമായിരിക്കും അവരെ ഏറ്റവും വലിയ മടിയന്മാരും മടയന്മാരുമാക്കി മാറ്റുന്നത്.
അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അദ്ദേഹം പറയാണ്, ഇന്നി ലഅംഖുതു റജുല അൻ അറാഹു ഫാരിഗൻ ലൈസ ഫീ ഷൈഇൻ മിൻ അമലി ദുനിയ വല അമലിൽ ആഖിറ. ഒരു മനുഷ്യനോട് അങ്ങേയറ്റം കോപം ഞാൻ വെക്കുന്നു, അദ്ദേഹത്തെ അങ്ങേയറ്റം ഞാൻ വെറുക്കുന്നു. എന്താണ്? അൻ അറാഹു ഫാരിഗൻ, അവൻ ഒഴിഞ്ഞിരിക്കുന്നവനായി കാണുന്നു. ലൈസ ഫീ ഷൈഇൻ മിൻ അമലി ദുനിയ വല അമലിൽ ആഖിറ, ദുനിയാവിലേക്ക് കിട്ടുന്ന എന്തെങ്കിലും പ്രവർത്തനത്തിലും അല്ല അവൻ ഒഴുകിയിരിക്കുന്നത്, അതുപോലെ തന്നെ ആഖിറത്തിലേക്ക് ലഭിക്കുന്ന ഒരു പ്രവർത്തനത്തിലും അല്ല അവൻ ഒഴുകിയിരിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ റീൽസ് ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റു തര കാര്യങ്ങളാണെങ്കിലും എത്രയോ സമയങ്ങളാണ്, മിനിറ്റുകളും മണിക്കൂറുകളുമാണ് നമ്മൾ എന്ത് ചെയ്യാറ്, കഴിച്ചു കൂട്ടാറ്. ആ രൂപത്തിൽ ദുനിയാവിന് ഉപകാരമില്ലാത്ത, ആഖിറത്തിന് ഉപകാരമില്ലാത്ത പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒഴിഞ്ഞിരിക്കുന്ന ആളുകളോട് ഞാൻ അങ്ങേയറ്റം വെറുക്കുന്നു എന്ന്, അങ്ങനെയുള്ള ആളുകൾ അങ്ങേയറ്റം വെറുക്കുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ നമ്മുടെ മക്കളൊന്നും ആ രൂപത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നവരായി ഉണ്ടാകരുത്. അതുകൊണ്ട് കൃത്യമായി ഇന്റർനെറ്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള സമയം നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്, അധിക ആളുകളും അശ്രദ്ധരായി പോകുന്ന രണ്ട് നിഅമത്തുകൾ ഏതാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സിഹതു വൽ ഫറാഹ്, ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഒഴിവു സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ആരോഗ്യവും അതുപോലെ തന്നെ അവരുടെ ഒഴിവു സമയങ്ങളും ഒരിക്കലും ആ രൂപത്തിൽ കഴിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു നിലക്കും ഉപയോഗപ്പെടുത്താത്ത രൂപത്തിലാകാൻ നമ്മൾ എന്ത് ചെയ്യരുത്, സമ്മതിക്കരുത്. മറിച്ച് അവരെ കളിക്കാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വായനാശീലങ്ങളായിട്ടോ ഏതെങ്കിലും ഒരു രൂപത്തിൽ അവരെ ശുഭരിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊന്നാണ്, ഇബാദത്തുകൾക്ക് പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്. നമ്മൾ ഇബാദത്തുകൾക്ക് പ്രോത്സാഹനം, അവർ പള്ളിയിൽ വന്നിട്ടുണ്ടോ, അവർ നമസ്കരിച്ചിട്ടുണ്ടോ, അവർ സുന്നത്ത് നമസ്കാരങ്ങൾ കണിശമായി ശ്രദ്ധിക്കുന്നുണ്ടോ, ഈ രൂപത്തിൽ അവരുടെ ഇബാദത്തുകളുടെ വിഷയത്തിൽ അവരോട് ചോദിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുറു അസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ, അവർ 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഫഇദാ ബലഗ 10 സിനീന ഫദ്രിബു അലൈഹാ, അവർക്ക് 10 വയസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ശിക്ഷാ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ 7 വയസ്സായ മക്കളാണോ ഇനി അതിന് താഴെയുള്ള മക്കളാണോ നമ്മൾ വരുമ്പോൾ പള്ളിയിലേക്ക് കൂട്ടി വരികയും അവരെ സഫിൽ നിർത്തുകയും അവരെ നിസ്കാരം ശീലിപ്പിക്കുകയും 10 വയസ്സായാൽ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെ തന്നെ അവർ പള്ളിയിലേക്ക് വരുന്നുണ്ടോ എന്നും അവരുടെ നിസ്കാരങ്ങളിൽ അവർ കണിശത കാണിക്കുന്നുണ്ടോ എന്നും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടുംബ സന്ദർശനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പല കുട്ടികൾക്കും പല ആളുകൾക്കും സ്വന്തം ഉപ്പാനെ അറിയാം, ഉമ്മാനെ അറിയാം, പെങ്ങളെ അറിയാം, ഏട്ടനെ അറിയാം എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക് കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ല. കാരണം നമ്മളും തിരക്ക് കാരണത്താൽ പലപ്പോഴും കുടുംബ സന്ദർശനമൊക്കെ മാറ്റി വെക്കാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു, ആരെങ്കിലും അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ അവൻ്റെ കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്കൊക്കെ 2 ദിവസമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുടുംബത്തിലൊക്കെ ഒന്ന് പോയി ഒന്ന് സന്ദർശിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. ഏത് തിരക്കിനിടയിലാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലൂടെയൊക്കെ ഒന്ന് പോയി സന്ദർശിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും മറ്റുമൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ തന്നെ നല്ല സ്വഭാവങ്ങൾ അവർക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലൻ നാരി ഔ ബിമൻ തഹ്റുമു അലൈഹിൻ നാറു, നരകം ഹറാമായി തീരുന്ന അല്ലെങ്കിൽ നരകത്തിന് ഹറാമായി തീരുന്ന ചില ആളുകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലാ കുല്ലി ഖരീബിൻ ഹയ്യിൻ സഹ്ലിൻ, അടുത്ത് പെരുമാറുന്ന, അതായത് ഒരാളോട് പെരുമാറുമ്പോൾ അടുത്ത് പെരുമാറുന്ന, അകലം കാണിക്കാത്ത അടുത്ത് പെരുമാറുന്ന, അതുപോലെ തന്നെ ഹയ്യിനിൻ അടക്കത്തോടുകൂടി ജീവിക്കുന്ന, വസഹ്ലിൻ എല്ലാ വിഷയത്തിലും എളുപ്പം കാണിക്കുന്ന,
ഈ രൂപത്തിൽ പെരുമാറുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കിയിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കുക. ആളുകളോട് പെരുമാറുമ്പോഴൊക്കെ അടക്കത്തോടു കൂടെയും അടുപ്പത്തോടു കൂടെയും അതുപോലെ തന്നെ അവരുടെ ഇടപാടുകളിൽ വളരെ എളുപ്പമുണ്ടാക്കിക്കൊണ്ടും ഒക്കെ പെരുമാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുക. അതിനൊക്കെ പറ്റിയ അവസരമാണ് ഈ ഒരു അവധിക്കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി തന്നെ അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മതപഠനങ്ങൾക്കുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. ഈ 2 മാസത്തിൽ പലപ്പോഴും ചില വെക്കേഷൻ ക്യാമ്പുകൾ ഉണ്ടാകും, ഖുർആൻ പഠിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാകും. ഈ രൂപത്തിൽ ഏത് രൂപത്തിൽ എൻ്റെ കുട്ടിയെ എനിക്ക് ശുഗലാക്കാൻ പറ്റുമോ, അവരെ ജോലിയിലാക്കാൻ പറ്റുമോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് കാണാം, വഖദ് കാന അസ്സലഫു ഇദാ നശഅ ലി അഹദിഹിം വലദ് ശഗലൂഹു ബിഹിഫ്ളിൽ ഖുർആനി വസിമാഇൽ ഹദീസ്. മുൻഗാമികളായ ആളുകൾക്ക് അവർക്ക് മക്കൾ വളർന്നുണ്ടായി കഴിഞ്ഞാൽ അവരെ ഹിഫ്ളുൽ ഖുർആൻ, അതായത് ഖുർആനെ മനനം ചെയ്യുന്നതിൽ, മനഃപ്പാഠമാക്കുന്നതിൽ അവരെ ശുഗലാക്കും. നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സമ്മാനങ്ങളൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ഇത്ര പേജ് പഠിച്ചാൽ ഇന്നത് ഞാൻ നിനക്ക് തരാം, ആ രൂപത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് അവർക്ക് ഖുർആൻ പഠിക്കാനുള്ള, അവരെ ശുഗലിലാക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. വസിമാഇൽ ഹദീസ്, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേൾക്കാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, അവർ ശുഗലിലാക്കുമായിരുന്നു. എന്താന്നിട്ട് അതിൻ്റെ ഉപയോഗം, ഫയസ്ബുത്തുൽ ഈമാനു ഫീ ഖൽബിഹി, അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉറച്ചു നിൽക്കാൻ കാരണമായി അത് തീരുമെന്നാണ്. കാരണം ഈ ചെറുപ്രായത്തിൽ കിട്ടുന്ന തെർബിയത്ത് അത് അവരുടെ വലിയ പ്രായത്തിൽ അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഉപകാരപ്പെടുമെന്ന്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു അവധിക്കാലത്ത് നമ്മുടെ മക്കളെ കൃത്യമായി ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അബൂ മസ്ഊദ് ഉഖ്ബത്ത് ബിൻ അംർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന മിമ്മാ അദ്റക നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന മിമ്മാ അദ്റക നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല, പ്രവാചകത്വത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ജനങ്ങൾ കേട്ടിരുന്ന ഒരു വാചകമായിരുന്നു, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് ലജ്ജയില്ല എങ്കിൽ, നിനക്ക് നാണമില്ല എങ്കിൽ നീ എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചു കൊള്ളുക. ഈ ഹദീസ് ഇവിടെ പരാമർശിക്കാനുള്ള കാരണം, നമുക്കറിയാം ഒഴിവ് സമയമാണ്, നമ്മുടെ മക്കളൊക്കെ നമ്മുടെ വീട്ടിലും മറ്റുമൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് മക്കളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അവർ 30 സെക്കൻഡിൽ അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ റീൽസിന് വേണ്ടി, അതല്ലെങ്കിൽ ആ ഷോർട്ട് ക്ലിപ്സുകൾ ഉണ്ടാക്കുക, ഇതിനൊക്കെ വേണ്ടി ഏത് തോന്നിവാസവും ചെയ്യുക എന്നുള്ളത്. അവർ ഡാൻസ് ആയിക്കൊള്ളട്ടെ, പാട്ടായിക്കൊള്ളട്ടെ, ഏതൊക്കെ രൂപത്തിൽ അവർക്കൊന്ന് ഫെയിം ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആ രൂപത്തിലേക്ക് അവരെന്ത് ചെയ്യുക, അവർ മാറുക എന്നുള്ളത്. അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, അതിൽ ലജ്ജയില്ലാത്ത കാര്യങ്ങളായിക്കൊള്ളട്ടെ അവർ ചെയ്യുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത് മുഖാന്തരം ഉണ്ടാകുന്ന കാര്യം എന്താണെന്നറിയോ, അവരുടെ ലജ്ജ നഷ്ടപ്പെടൽ മാത്രമല്ല, ആ ലജ്ജ നഷ്ടപ്പെടുന്നതിലൂടെ അവരുടെ ഈമാൻ തന്നെയും ഊരിയെടുക്കാൻ അത് കാരണമായി തീരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ എന്താണ്, അൽ ഹയാഉ മിനൽ ഈമാൻ. ഒരാൾക്ക് ലജ്ജയുണ്ടോ, ആ ലജ്ജയുണ്ട് എന്നുള്ളതിന്, ലജ്ജ എന്തിൽ നിന്നുള്ളതാണ്, അത് ഈമാനിൽ നിന്നുള്ളതാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈമാനെ ഊരിയെടുക്കാൻ കാരണമായി തീരും നമ്മുടെ ലജ്ജ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ കോളേജുകളിലും അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ കാണുന്ന ചില സംഗതികളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാം, എന്നിട്ട് അതിന് പ്രത്യേക ഒരു പേര് മെയ്ക്ക് എ സീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക പേരിട്ട്, സത്യത്തിൽ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരുടെ ലജ്ജയെ ഇല്ലാതാക്കി കളയാം. പൊതുമധ്യത്തിൽ ഇറങ്ങിയിട്ട് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോമാളിത്തരം ചെയ്യാം. അപ്പൊ എന്താണ് സത്യത്തിൽ, അവരുടെ ലജ്ജ അവരിൽ നിന്ന് ഉയർത്തപ്പെടാണ്. ലജ്ജ ഉയർത്തപ്പെടുന്നതിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന എന്താണ്,
അവരുടെ ഈമാൻ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മളതിന് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലൊന്നും എന്ത് ചെയ്യരുത്, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തരുത്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഈമാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹായ മക്കളാക്കി വളർത്താനുള്ള ഏറ്റവും നല്ല തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.